തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പുതിയതായിട്ട് LHB ആയ മയിലാടുതുറൈ കോയമ്പത്തൂർ ജംഗ്ഷനാബിലാണ്. ഈ വണ്ടി ഒരു ഗുഡ്സ് കയറി വരും. ഇത് സിംഗിൾ ലൈൻ ആണെങ്കിലും ഇതിലേക്കൂടെ ഗുഡ്സ് പോകുന്നതിന് ഒരു കുറവുമില്ല കേട്ടോ. ഗുഡ്സ് പോകുന്നുണ്ടോ? ഇത് BTP എന്നല്ല, ഇത് വേറെന്തോ സാധനമാണ്. എന്തുവാന്ന് നോക്കട്ടെ. എന്തുവാ ഇത്? ഫുഡ് ഗ്രേഡോ? ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്തുവാന്ന് ഇതിനകത്തൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറെ വെറൈറ്റി ഒരു വാഗണാ കണ്ടോ. സൂപ്പർ ഹെവി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തുവാണ് ഐറ്റം എന്നൊന്നും കൊടുത്തിട്ടില്ല. എന്തുവാന്ന് ആർക്കറിയാം? ഇതിനകത്ത് എന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. നമ്മൾ പോകുന്ന ജനശതാബ്ദി ശരിക്കും പറഞ്ഞാൽ കാലിയായിട്ട് ഓടുന്നൊരു ജനശതാബ്ദിയാണ്. പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് ഡിമാൻഡ് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ നേരത്തെ എനിക്ക് തോന്നുന്നൊരു 500+ സീറ്റൊക്കെ കറണ്ട് അവൈലബിലിറ്റി ഒക്കെ വന്നുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ ഒരു ജനശതാബ്ദിക്ക്. ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. ഇപ്പോൾ മയിലാടുതുറയിൽ നിന്ന് ട്രിച്ചി വഴി കോയമ്പത്തൂർ പോകുന്നൊരു ജനശതാബ്ദിക്കാണ് നമ്മളിന്ന് കോയമ്പത്തൂർ പോകുന്നത് കേട്ടോ. ഈ ഒരു ഗുഡ്സ് ട്രെയിനിന് നല്ല വലിപ്പമുണ്ട്. ഇത് എന്തുവാന്ന് ഇതിനകത്ത് എനിക്ക് മനസ്സിലാകത്തില്ല. ഇനി ആസിഡോ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. കോസ്റ്റിക് സോഡ കേട്ടോ. അതുകൊണ്ട് അടി എഴുതി വെച്ചിട്ടുണ്ട് കോസ്റ്റിക് സോഡ എന്ന്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ ഒരു വാഗൺ അടിയിൽ ഞാൻ കണ്ടു. ചിലപ്പോൾ അതായിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എന്താന്നേ. കോസ്റ്റിക് സോഡ മാത്രമല്ല, വേറൊരു വാഗണിൽ തയോണൈൽ ക്ലോറൈഡ് എന്നൊരു കെമിക്കലും കണ്ടു. അപ്പോൾ എനിക്കൊന്ന് കെമിക്കൽസ് കൊണ്ടുപോകുന്നൊരു ഗുഡ്സ് ട്രെയിനാണ്. പലതരം കെമിക്കൽസ് ഉണ്ട് ഇതിനകത്ത്. അതെന്തൊക്കെയാണെന്ന് എല്ലാത്തിൻ്റെയും ഒന്നും ഇതിലില്ല. ഒരെണ്ണത്തിൽ ഞാൻ കണ്ടു കൊറോസീവ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് പല ഇതിലും. എന്തായാലും കെമിക്കൽസാണ്, അത് ഉറപ്പായി. നമ്മൾ പോകേണ്ട ജനശതാബ്ദി ഇതാണ്ട് വന്നിരിക്കുകയാണ്. മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദി. അപ്പോൾ അതിപ്പോൾ സമയം ഇപ്പോൾ 1:37 ഇവിടെ വന്ന് കയറിയത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് 3:15 ഇവിടെ നിന്ന് പുറപ്പെടും. കണ്ടോ, നല്ല പുതുപുത്ത 2024 മീറ്ററേക്ക് നമ്മുടെ ജനശതാബ്ദി കിട്ടിയ പോലത്തെ സെയിം റേക്കാണ് കേട്ടോ. സിറ്റിങ് അതുപോലെ തന്നെ നമ്മുടെ ജേസിലെ പോലെ തന്നെ സെയിം സീറ്റിംഗ് ആണ്. മറ്റേ മെമ്മൂല സീറ്റ്. വണ്ടിക്കകത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും ഓൾമോസ്റ്റ് ഒരു പകുതി മുക്കാലും കാലിയാണ്. ചില കോച്ചിലൊക്കെ നല്ല ആൾക്കാരുണ്ട്, ചില കോച്ചൊക്കെ ഭയങ്കര കാലിയാണ്. നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മുടെ D1. ഇത് D12 ആയതേ ഉള്ളൂ. ഏറ്റവും ഫ്രണ്ടിലാണ്. അതായത് ഈ വണ്ടി ഇപ്പോൾ വരുമ്പോൾ ബാക്കിലാണ്, പക്ഷെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ. നല്ല വെട്ടിത്തിളങ്ങുന്ന പുതുപുത്തൻ കോച്ചുകൾ, എല്ലാം പുതുപുത്തൻ കോച്ചുകളാണ്. നമ്മുടെ ദേശത്തിലെ പോലെ തന്നെ സെയിം എന്താ പുത്തൻ കോച്ചുകൾ. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ജനശതാബ്ദി നമ്മൾ കയറാൻ പോവുകയാണ്. ഇതെന്ത് ഈ കളർ ഈ കളർ തമ്മിൽ ഒരു വ്യത്യാസം? അതും രണ്ടും സെയിം വർഷമാണല്ലോ. ഇതെന്താ ഒരു എല്ലാത്തൊരു കളറ്? എന്താണെന്ന് ആർക്കറിയാം. അപ്പോൾ നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ. എൻജിൻ കഴിഞ്ഞ് ജനറേറ്റർ കാർ കഴിഞ്ഞിട്ട് പുറകിൽ D1. അപ്പോൾ ഇതിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. റോയബരം ഷെഡിൻ്റെ ഒരു WP7 ആണ് കേട്ടോ. അത് കുറച്ചുകൊണ്ട് ഇറങ്ങി കിടക്കും, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ട്. 30409 എന്നാണ് ഈ ഒരു ലോക്കോയുടെ നമ്പർ. ഏതൊരു വണ്ടി LHB ആയാലും അതിൻ്റെ കൂടെ ചേരുന്ന ലോക്ക് ഈ WP7 ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അത് ഏത് വണ്ടി LHB ആയാലും WP4 ആ ഒരു കളർ മാച്ചിങ് ആണെങ്കിലും അതിൻ്റെ പവർ കിട്ടണമെങ്കിൽ ഈ ഒരു സാമാനം തന്നെ വേണം. ഇതുപോലത്തെ ഒരു ലോക്കോ വേറെ ഇല്ല. അടിപൊളിയല്ലേ. നമ്മുടെ സീറ്റ് D1-ലാണ്. D1-ൽ 84 പക്ഷെ നമുക്കിവിടെ വേക്കൻറ്റ് കുറേ ഉണ്ട്. അവിടെയൊക്കെ കയറിയിരിക്കുക. കാരണം കുറേ സീറ്റുണ്ട് വേക്കൻറ്റ്. നല്ല കിട്ടില്ല കോച്ച്. നോക്കി നല്ല വൃത്തി, സൂപ്പറല്ലേ. ആൾക്കാരെ കുറച്ചൊക്കെ കയറിയിരിപ്പുണ്ട്. നമ്മുടെ JSL പോലെ തന്നെ സെയിം, ഒരു വ്യത്യാസവും ഇല്ല, സെയിമാണ്. അതേ കോച്ച്, അതേ ഫാക്ടറി ഉണ്ടാക്കിയ കോച്ചുകളാണ്. പക്ഷേ ഈ മെമു സീറ്റ്സാണ് ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടോ എന്തായാലും ഇവർക്ക് നമ്മൾ അതിന് ദിവസം മറ്റേ വൈകയിൽ കണ്ട ചേർക്കാറിലെ കോച്ചൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രീമിയം ഇതെങ്കിലും വരും. ഇത് ആ ഒരു സെൻസൊന്നുമില്ല ആർക്കും. എന്തായാലും കൊള്ളാം, നല്ല നീറ്റാണ്. എൻ്റെ വാഷ്റൂം കൂടെ നോക്കട്ടെ. വാഷ്റൂം ആണെങ്കിലും നല്ല പക്ക ക്ലീനാണ് കേട്ടോ. കൊള്ളാം, നല്ല വണ്ടി. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോകാനായത് നമ്മൾ രാത്രി 9:30 ആകുമ്പോൾ കോയമ്പത്തൂർ എത്തും. നമുക്ക് 175 രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് കോയമ്പത്തൂർ വരെ ഈ ഒരു സെക്കൻഡ് സീറ്റിംഗ് ജനശതാബ്ദിയുടെ. ഈ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ചുകൂടെ മുമ്പ് ഒരു 500+ കറണ്ട് അവൈലബിലിറ്റി വന്നുകൊണ്ടിരുന്ന. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 300+ ഉണ്ട്. ഞാൻ കറക്റ്റ് ഉണ്ടില്ല. 300+ സീറ്റ്സ് കറണ്ട് അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ AC ചേർക്കാറിൽ 12 ഉള്ളൂ. ബാക്കി സെക്കൻഡ് സീറ്റിൽ ഏകദേശം ഒരു 300+ സീറ്റ് കറണ്ട് അവൈലബിൾ ഉണ്ട്. പോരെ, അത്രയും കാര്യമായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. കാരണം
ഇതെന്താണ് കാലിയിട്ട് ഓടുന്നത് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ റൂട്ടിൻ്റെ ആയിരിക്കും പറഞ്ഞത്. ട്രിച്ചി വഴിയാണ് പോകുന്നത്, എന്നിട്ടും കാലിയിട്ട് ഓടാൻ കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ചെന്നൈക്കൊക്കെ പോവുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഓടുമായിരിക്കും. ഞാൻ ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഈ വണ്ടി ICF ആയിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി LSP ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ICF ജനശതാബ്ദിയുടെ വീഡിയോ എടുക്കാറുണ്ട്, എക്സിസ്റ്റിംഗ് ICF ജനശതാബ്ദി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഇത് LSP ആവുകയും ചെയ്തു. എന്തോ പറയാം, ഇത് LSP ആയിട്ട് 1 മാസം എന്തോ ആയല്ലോ എന്ന് തോന്നുന്നു. നല്ല റേക്കാണ്, നമ്മൾ അതേപോലെ സെയിം റേക്കാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കിട്ടി. നമുക്ക് ഇവിടെ ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ എമർജൻസി എക്സിറ്റ് end to end വരെ വേക്കണ്ടായി, കോയമ്പത്തൂർ വരെ. ഇവിടെ ആരും വരണം മാറി നമ്മുടെ സീറ്റിൽ ഇരിക്കാമല്ലോ, കുഴപ്പമില്ല. നമുക്ക് എവിടെ ഒരു വണ്ടി വരുന്നത് കാണാം. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയാണ്. ഇത് മണ്ണാർക്കുടിയിൽ നിന്ന് ഭഗത് കി കോട്ടി അഥവാ ജോധ്പൂരിലേക്ക് പോകുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയാണ്. കണ്ടോ, ഇത് മണ്ണാർക്കുടിയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടതാണ്. മണ്ണാർക്കുടിയിൽ നിന്ന് വരെ ജോധ്പൂരിലേക്ക് വണ്ടിയുണ്ട്. ഇത് സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, ട്രിച്ചി ഡിവിഷൻ്റെ വണ്ടിയാണ് ഇത്. ഈ മണ്ണാർക്കുടി ജോധ്പൂർ വണ്ടി ഇത് നേരത്തെ ഭഗത് കി കോട്ടി വരെയായിരുന്നു. ഭഗത് കി കോട്ടി എന്ന് പറഞ്ഞാൽ ജോധ്പൂരിന് മുമ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ജോധ്പൂരിലേക്കാണ് ഓടുന്നത്. മണ്ണാർക്കുടി ഭഗത് കി കോട്ടി LHP ആണ്. നേരത്തെ ICF ആയിരുന്നു, ഇപ്പോൾ LHP ആയി. അതും എല്ലാം 2024 പുതുപുത്തൻ കോച്ചുകൾ. തഞ്ചാവൂർ മയിലാടുതുறை പാസഞ്ചറാണ് ഈ വരുന്നത്, ഒരു WP1 നമ്മുടെ ഈ ജനശതാബ്ദിക്ക് ലോക്കോ റിവേഴ്സലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നേരെ ട്രിച്ചിയിൽ ഒരു 5:10 ആകുമ്പോൾ എത്തും. എന്നിട്ട് നമ്മളിപ്പോൾ ഏറ്റവും ഫ്രണ്ടുള്ള അപ്പോൾ ഏറ്റവും ബാക്കിലാവും, ഡയറക്ഷൻ തിരിയും. അതായത് ഈ ലോക്കോ കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഏറ്റവും പുറകെ പിടിപ്പിക്കും. നമ്മൾ ട്രിച്ചിയിൽ നിന്ന് കരൂർ ഈറോഡ് വഴിയാണ് നമ്മൾ കോയമ്പത്തൂർ പോകുന്നത്. നമ്മുടെ കോയമ്പത്തൂർ ജനശതാബ്ദി ഇങ്ങനെ കറക്റ്റ് 3:10 ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി വൈകിട്ട് 5:15 ട്രിച്ചി എത്തിയിട്ട് റിവേഴ്സലുണ്ട്. അത് കഴിഞ്ഞിട്ട് 9:00 കോയമ്പത്തൂരെത്തും. വണ്ടിക്കകത്ത് കുറേ പേരൊക്കെ കറണ്ട് ബുക്കിംഗ് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് ഇപ്പം ഏകദേശം ഒരു 13:45 ആൾക്കാരും ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ജനശതാബ്ദിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായി കുംഭകോണം എത്തി. ഈ കുംഭകോണം എന്നൊക്കെ പറഞ്ഞ ഈ ചോളന്മാരുടെ നല്ല അടിപൊളി അമ്പലങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ഐരാവതീശ്വര ക്ഷേത്രമുണ്ട്, ഭയങ്കര ഭംഗിയാണ് ആ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുംഭകോണം, പിന്നെ നമ്മൾ പോകുന്ന തഞ്ചാവൂർ മറ്റേ ബൃഹദീശ്വര ടെമ്പിള്, ഇതെല്ലാം ഇതേപോലെ നല്ല വർക്ക്, നല്ല അടിപൊളി വർക്കുള്ള ക്ഷേത്രങ്ങളാണ്. ഈ കുംഭകോണത്തൊക്കെ നല്ല ആൾക്കാരുണ്ട് കയറാൻ വേണ്ടി നമ്മുടെ JS-ന്. ഇന്ന് കറണ്ട് ബുക്കിങ്ങിൽ നല്ല ആൾ കയറിയിട്ടാണ് നമ്മുടെ വണ്ടിയിൽ. നമ്മുടെ കോച്ച് വണ്ടി ഇപ്പോൾ ഫുള്ളായി കേട്ടോ. കറണ്ട് ബുക്കിംഗ് ഏകദേശം അപ്പോൾ സോൾഡ് ഔട്ടായി കാണും മിക്കവാറും. സത്യം പറയാം, ജനശതാബ്ദിയിൽ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ആൾ വന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ വന്നിട്ടിരിക്കുക. എനിക്കിഷ്ടമല്ല, ഒരുമാതിരി ഭയങ്കര കൺജസ്റ്റഡ് ഫീലിംഗ് അല്ലേ. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം, കുറച്ച് പേരൊക്കെ ട്രിച്ച് ചെയ്യാൻ ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഏത് വിൻഡോ സൈഡ് കിട്ടും. എൻ്റെ അവിടെ 2 പ്രായമുള്ള 2 ചേച്ചിമാരിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നത്, അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്നത്. കാരണം വണ്ണമുള്ള ഒരു 2-3 പേര് ഈ ഒരു സീറ്റിലിരുന്നാൽ ഒട്ടും ഇരിക്കാൻ പറ്റില്ല. അതാ ഈ സീറ്റിൻ്റെ പ്രശ്നം. മറ്റേ ടൈപ്പ് പുഷ് ബാക്ക് സീറ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഭയങ്കര നമ്മളിങ്ങനെ മറ്റേ പുലിവാൽ കല്യാണത്തിനകത്ത് ജഗതി ഇരിക്കത്തില്ല, അതേപോലെ ഇരിക്കേണ്ടി വരും നമ്മൾ. എന്തൊക്കെ പരിപാടിയാണ്. നമ്മളിപ്പോൾ പാപനാശം എന്നൊരു സ്റ്റേഷനെത്തിയേ. കുംഭകോണം കണ്ടുള്ള തൊട്ടടുത്താണ് പാപനാശം. ഇനി ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ ആയിട്ടാണ് തഞ്ചാവൂരുള്ളത്. തഞ്ചാവൂരൊന്നും നമ്മൾ മറ്റേ കള്ളൂർ പോർട്ട് എക്സ്പ്രസ്സിന് ഇപ്പോൾ കണ്ടില്ലായിരുന്നു, വെളുപ്പിനെ എത്തിയത്. ഇപ്പോൾ കാണാം. നമ്മൾ കണ്ട് തഞ്ചാവൂർ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 6 മിനിറ്റ് ബിഫോർ ടൈമാണ് നമ്മുടെ ജനശതാബ്ദി. தஞ்சாவூர் ஜங்ஷன் உங்களை அன்புடன் வரவேற்கிறது. தஞ்சாவூர் ஜங்ஷன் पर आपका स्वागत है.
ഫസ്റ്റ് ടൈം അറ്റ് തഞ്ചാവൂർ ജംഗ്ഷൻ. ആദ്യമായിട്ടാണ് ഇവിടെ ട്രെയിനിൽ വരുന്നത്. കൊള്ളാം. അപ്പുറത്ത് വേറെ എന്തൊക്കെ ഗുഡ്സിനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ തഞ്ചാവൂർ നിന്നാണ് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് തിരിഞ്ഞ് കാരയ്ക്കൽ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നാഗപട്ടണത്തേക്ക് ഒരു ലൈനുണ്ട് ഈ തഞ്ചാവൂരിൽ നിന്ന്. അതായത് ഈ നമ്മളിപ്പോൾ വന്ന ലൈനിൻ്റെ പാരലായിട്ട് അങ്ങോട്ട് ലൈനുണ്ട്. അതാണ് നാഗപട്ടണത്തേക്ക് പോകുന്ന ലൈന്. അപ്പോൾ നമ്മുടെ ഈ ടീ ഗാർഡൻ എക്സ്പ്രസ് അങ്ങനെയാണ് പോകുന്നത്. തഞ്ചാവൂരിന് റൈറ്റ് എടുത്തിട്ട് നാഗപട്ടണം വഴി കാരയ്ക്കൽ പോകും. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിനി ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ട്രിച്ചിക്ക്. 1 മണിക്കൂറാണ് റണ്ണിങ് ടൈം. ഒരു 5:10 റേഞ്ചിൽ നമ്മളെന്തായാലും തിരുച്ചിറപ്പള്ളി എത്തും. വണ്ടി ശരിക്കും ഭയങ്കര ഫുള്ളാണ് കേട്ടോ, നല്ല ഫുള്ളാണ്. കറണ്ട് ബുക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ 300+ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സോൾഡ് ആയിരുന്നു. കാരണം വണ്ടിക്കകത്ത് ഓരോ സ്റ്റേഷനിലും ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ജനറൽ അടുത്ത് കയറുന്നതാണ്. ജനറൽ അടുത്ത് കയറുന്ന ആയിരിക്കില്ല, റിസർവേഷൻ തന്നെ ആയിരിക്കും. വണ്ടി ഫുള്ളാണ്. കറണ്ട് ബുക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എടുക്കുന്നത്. നോർമൽ ബുക്കിംഗ് എടുക്കാറില്ലെന്ന് തോന്നുന്നു. ഇവരിത് എന്തോ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. തഞ്ചാവൂരിൽ നിന്ന് ട്രിച്ചിക്ക് പോകുന്നൊരു പാസഞ്ചർ കണ്ടെടുത്തോട്ട് പോകുന്നു നമ്മുടെ JS ഇവിടെ വന്നപ്പോൾ. ഇത് 4 മണിക്ക് പുറപ്പെടാണ്ട് 5:30 ട്രിച്ചി എത്തിയാൽ മതി. ഇവരെന്തോ ഇത് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഇതിനെ കയറ്റി വിട്ടു. നമ്മളിനി എന്തോ ഇനി വേറെ വല്ല വഴിയുണ്ടോ? നമ്മൾ ജനശതാബ്ദി ഇത് മറ്റേ കോട്ടയത്ത് വെച്ചിട്ട് കോട്ടയം എറണാകുളം പാസഞ്ചർ കയറി പോകുന്ന അവസ്ഥ പോലെ ആയിപ്പോയല്ലോ. അടിപൊളി. ഇനി മിക്കവാറും ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, ഇത് മിക്കവാറും വല്ല അടുത്ത സ്റ്റേഷനിൽ കൊണ്ടിട്ട് നമ്മളെ കയറി ഓട്ടോയ്ക്ക് അടിക്കുമായിരിക്കും. എന്നാൽ പിന്നെ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് വിടരുതോ. നമ്മൾ ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയം കഴിഞ്ഞു. ഭയങ്കര ടാക്ടിക്സാണ്, എന്തോ ചെയ്യാനാ. എന്നാലും ഇവർ ഈ കാണിച്ച പണി നോക്ക്. എന്നാൽ പിന്നെ നമ്മൾ ആദ്യം വിട്ട് നമ്മളങ്ങ് പോകത്തില്ലേ വിട്ട്. നമുക്ക് ട്രിച്ചി മാത്രമേ സ്റ്റോപ്പ്. ഇത് പാസഞ്ചറാ. എന്തോ പരിപാടിയൊക്കെയാണ്. ഭയങ്കര ബുദ്ധി തന്നെ. ഇതത് തന്നെ മറ്റേ കണ്ണൂർ ജനശതാബ്ദി ടീ ഗാർഡൻ പാസഞ്ചർ പുറകിലിട്ട് ഉരുട്ടുന്ന സെയിം പരിപാടി തന്നെ. അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഗുഡ്സ് കയറി ഇങ്ങോട്ട് വരുന്നു. ഈ റോഡിൻ്റെ 2 G7 ലോക്കമാണ് കേട്ടോ, ബോക്സ് ആൻഡ് ഫ്രൈറ്റ്. ഈ വണ്ടി നമ്മുടെ കോയമ്പത്തൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. സേലം ഡിവിഷൻ്റെ വണ്ടിയാണ്. കോയമ്പത്തൂരിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടക്കുന്നത്. ഒറ്റ റേക്കേ ഉള്ളൂ. രാവിലെ പോയിട്ട് തിരിച്ച് രാത്രി ഈ റേക്ക് കോയമ്പത്തൂർ എത്തും. ചൊവ്വാഴ്ച ഈ ഒരു ജനശതാബ്ദി ഇല്ല കേട്ടോ. ചൊവ്വാഴ്ച മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ട്യൂസ്ഡേ ഇതിന് ഓഫാണ്. ട്യൂസ്ഡേ ഈ വണ്ടി ഓടത്തില്ല. ഒരുത്തനും ഇവിടെ അടിച്ച് പൂസായി വന്ന് കിടക്കുന്നത് കണ്ടോ. TT ഇപ്പോൾ നല്ല വർത്താനം പറഞ്ഞ് മുഖത്ത് വെള്ളമൊക്കെ വെച്ചിട്ടും അയാൾ പോയില്ല. ലാസ്റ്റ് ഇപ്പോൾ അയാൾ RPFനെ വിളിച്ചിട്ടുണ്ട്. നോക്ക്, അടിച്ച് പൂസായി കിടക്കുക. വെള്ളമുണ്ടോ, കൊഞ്ചം അടിച്ച് പിൻപിരിയാണ്. അയാളെ RPF വന്നെന്ന് തോന്നുന്നു. ആ പോലീസുകാരൻ വന്ന് അയാൾ 2-3 പൊട്ടിച്ച്. എന്നിട്ട് അയാൾ എൻ്റെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുക. അയാൾ അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്. എന്തോ ആൾക്കാരൊക്കെ വെള്ളം അടിച്ചാൽ ഒന്നും പറയണ്ട. ലാസ്റ്റ് അയാൾ ഇറങ്ങിപ്പോയി. അയാൾ അടിക്കാൻ നേരത്ത് വണ്ടി ഓണടിച്ച് വണ്ടി ഡിപ്പാർച്ചറായി. ട്രിച്ചിയിൽ വിളിച്ച് പറയാം അവിടെ നിന്ന് അയാളും പൊക്കിക്കോളൂന്ന് പറഞ്ഞു പോലെ. അയാളാണ്ട് കിടപ്പുണ്ട്. എന്തോ ആൾക്കാരൊക്കെയാണ്. തഞ്ചാവൂർ കഴിഞ്ഞാൽ പിന്നെ ട്രിച്ചിലേക്കുള്ള ട്രാക്ക് ഡബിൾ ലൈനാണ്. നല്ല ഹൈ സ്പീഡ് സെക്ഷനാണ്. 110 ആണ്. അടിച്ച് വെണ്ടിച്ച് പോവാണ് വണ്ടി. മിക്കവാറും ബിഫോർ ഓൺ ടൈം എത്തുമായിരിക്കും. അവിടെ വെച്ച് ലൈറ്റ് ആയാലൊക്കെ ഓടിപ്പിടിക്കും. 5:10 എന്തായാലും ട്രിച്ചി എത്തും. തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസിയസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് അതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേഷൻ എന്തുവാ തിരുവെരുമ്പൂർ എന്നൊരു സ്റ്റേഷനിലുണ്ട്. നമ്മളെ പിടിച്ചിട്ട് ഇപ്പോൾ എടുക്കുമായിരിക്കും.
പൊന്മലയിൽ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഇവിടെ കുറേ വർക്ക്ഷോപ്പും പിന്നെ നമ്മുടെ ഡീസൽ ലോക്കോ ഷെഡും അങ്ങനെയുള്ളൊരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മറ്റേ ബോക്സിനെച്ചെല്ലാം ആ ഒരു ഫ്ലൈറ്റ് ഇല്ല, അതെനിക്കൊന്ന് അതിൻ്റെ ഓവർഹോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കൊണ്ട് ഇട്ടേക്ക് വന്നു കേട്ടോ. കാബൂസ് ഉണ്ടോ ഗാർഡിൻ്റെ, ഇതെല്ലാം ഇങ്ങനെ പുത്തനാക്കി ഇവിടെ ഇട്ടേക്കോ, പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടേക്കുന്നുണ്ടോ. ഈ ട്രിച്ചി സ്റ്റേഷൻ നമ്മൾ എപ്പോൾ കയറാൻ പോകുമ്പോഴും ഇതേപോലെ നല്ല ഡിലേ ആണ്. കാരണം വലിയൊരു സ്റ്റേഷനല്ലേ, കുറേ ലൈൻ വന്ന് കയറുന്നതാണ്, കുറേ വണ്ടികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പയ്യെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത്. വണ്ടി ഇപ്പോൾ ലേറ്റ് ആയി കേട്ടോ. 5:10 നമ്മളൊക്കെ കഴിഞ്ഞ് 5:10 കയറാണ്ട് ഇപ്പോൾ 5:13 സ്റ്റേഷൻ പോലും ആയിട്ടില്ല. റെയിൽവേയുടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ട്രാക്ക് മെഷീൻ സാറ്റലൈറ്റ് ഡിപ്പോ എന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ ട്രാക്ക് മെഷീൻ്റെ എന്തെങ്കിലും ഡിപ്പോ ആയിരിക്കും. ആ ബിൽഡിങ് കൊള്ളാം. നമുക്ക് വേണ്ട ഈ ലൈനിൽ കൂടെയാണ് തിരിച്ച് റിവേഴ്സ് അടിച്ച് പോകേണ്ടത് കേട്ടോ, കരൂർ വഴി. ഇതാണ് കരൂർ എന്ന് പറയുന്ന റൂട്ട്. അവിടെ ഒരു പീസവൻ അങ്ങ് ദൂരെ കൊണ്ട് പിടിച്ചിട്ടേക്കുന്നു. ഇതാണ് ഈ കരൂർ എന്ന് വരുന്ന ട്രാക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് റിവേഴ്സ് അടിച്ചിട്ട് എൻജിൻ ഇവിടെ മുന്നിൽ കൊണ്ട് പിടിപ്പിക്കും. ഞാൻ എൻജിനാണോ നമ്മുടെ ഇവിടെ മുന്നിൽ കൊണ്ട് പിടിപ്പിക്കുന്ന കാര്യത്തില്ല, ചിലപ്പോൾ ആയിരിക്കും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അവിടെ റെഡിയായി കിടക്കും എൻജിൻ. അങ്ങനെയാണെങ്കിൽ അത് സെറ്റ്. അപ്പോൾ ഈ ലോക്കോ റെഡിയായി. ഇതുണ്ടോ WDP-40 ഡെമോൻ്റെ റേക്കോ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടേക്കുന്നത്. ഈ ഡെമോ വലിക്കുന്ന WDP-40 ആണോ ആർക്കറിയാം. നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി. ട്രിച്ചി ജംഗ്ഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നമ്മുടെ രാവിലെ മൈസൂർ കടലൂർ പോർട്ടും കണ്ട് ഇവിടെ വന്നാൽ കയറ്റിയത്. സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളെയും കയറ്റി. മുടിൻ്റെ കോമഡി ഇപ്പോൾ ഇവിടെ നിന്ന് അവർ അറിയിച്ചായിരുന്നു RP-കാർ. ഇവിടെ വന്നിട്ട് അയാളെ പൊക്കിയെടുത്ത് താഴെ ഇട്ടു. ആൾക്ക് പിണ്ടാൻ വയ്യ, അവർക്കെല്ലാം ചിരി വന്നു പോലീസുകാർക്കൊക്കെ. ഇയാളുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് ഒന്നും പറയണ്ട. നമുക്ക് മുന്നിൽ പോയി നോക്കാം, കാണാൻ പറ്റുമെന്ന് നോക്കാം, ലോക്കോ ഏതാന്ന് നോക്കാം. മറ്റേ അങ്ങ് കിടക്കുന്ന ലോക്കോ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ ലോക്കോ അനക്കിയിട്ടില്ല അവർ. അപ്പോൾ നമ്മൾ ആ കണ്ട ലോക്കോ തന്നെ ആയിരിക്കും. ഈ വണ്ടി ഫുള്ളാണ് കേട്ടോ, വേക്കൻസി സീറ്റ് ഒന്നും ഇല്ല. നമ്മൾ ചാർട്ടിൽ 300+ വേക്കൻസി സീറ്റ് കണ്ടോ, അതൊക്കെ ഫില്ലായി. അപ്പോൾ ഇത് ഡിമാൻഡ് ഉണ്ട്. നേരത്തെ ഒന്നും ഈ വണ്ടിക്ക് ഒട്ടും ഡിമാൻഡില്ലായിരുന്നു, കാര്യമായിരുന്നു ഈ വണ്ടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ LSP അതിന് ഡിമാൻഡ് കയറിയാണോന്ന് അറിയത്തില്ല. ഇപ്പോൾ നല്ല ഡിമാൻഡ് ഈ വണ്ടിക്ക്. ഈ റോഡിൻ്റെ ഒരു 39,191 എന്ന് പറഞ്ഞൊരു കാണാൻ കുഴപ്പമില്ല, ഒരു WP-7 ആണ് നമ്മുടെ ലോക്കോ. പിന്നെ കാണാൻ ലുക്കിലൊന്നും കാര്യമൊന്നുമില്ലല്ലോ, വർക്കില്ലല്ലേ. വളരെ വേഗം ഇവരുടെ ലോക്കോ ഓടിപ്പിച്ച് കഴിഞ്ഞ കേട്ടോ, ഭയങ്കര വാസ്തയായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നേരെ പോയാൽ മതി കരൂർ ഭാഗത്തേക്ക്. 22 മിനിറ്റ് ഡിലേയോട് കൂടി നമ്മുടെ ജനശതാബ്ദി റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ട്രിച്ചിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ പാസഞ്ചറിനെല്ലാം ഇതേപോലെ P1 ലോക്കോ കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് ഈ P1. നമ്മുടെ ശരിക്കും ഈ സൗത്തിലാണ് ശരിക്കും ഈ WP-1 ലോക്കോ ഉള്ളത്, നോർത്തിലൊന്നുമില്ല WP-1 ആകെ ഈ റോഡിനും പിന്നെ ലക്നൗ ഷെഡ് അങ്ങനെ കുറച്ച് 2-3 ഷെഡിങ്ങനെ അങ്ങാണ്ടേ ഉള്ളൂ P1. ആകെ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ P1 ഉള്ള. ഇവിടെ മൊത്തം ഈ ഡെമോ ട്രെയിനുള്ള, ബാക്കി അല്ലാത്ത ട്രെയിനൊന്നും ഇല്ല. എവിടെ പോയിരുന്നു ബാക്കി ട്രെയിനൊക്കെ? ഈ 1-നും 2-നും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇവർ ഈ ലോക്കോ കൊണ്ടുവിടുന്നത് കൂടുതലും. നമ്മൾ ഓവർടേക്ക് ചെയ്തായിരുന്നു ആ പാസഞ്ചർ കണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ ലോക്കോ വരെ ഊരിക്കഴിഞ്ഞു പോരെ. വാവ്, ഫാസ്റ്റ്. നമ്മൾ വേണ്ട വളഞ്ഞ വഴി കൂടെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ വന്ന് റിവേഴ്സ് അടിച്ചിട്ട് ഇപ്പോൾ വേണ്ട ഈ റൂട്ടിൽ കൂടെ നേരെ പോവാം. ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വിട്ടില്ലേ, അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വിട്ടിന് ഈറോഡ് വരെ ഫുള്ള് സിംഗിൾ ലൈനാണ്. ഈറോഡ് കഴിഞ്ഞാണ് പിന്നെയും ആ മെയിൻ ലൈനിൽ കയറുന്നത്. അപ്പോൾ ഈറോഡ് വരെ ഫുള്ള് സിംഗിൾ ലൈനാണ്. അപ്പോൾ തിരുച്ചിറപ്പള്ളിനെ പിന്നെ ഇനി കരൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ, കരൂർ ഈറോഡ്. ജനശതാബ്ദി ട്രിച്ച് ചെയ്യുന്നത് പിന്നെ ഫുള്ള് തേപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏതൊരു ലാലാപ്പേട്ടോ അങ്ങനത്തെ ഒരു ശേഷം പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
നമ്മൾ ഈറോഡിനും ട്രിച്ചിക്കിടക്കുള്ള കരൂർ നമ്മളെത്തിയിട്ട് ഇപ്പോൾ പുറപ്പെടാൻ പോവാം. നമ്മൾ നേരത്തെ ഒരു വന്ദേ ഭാരത് ഉണ്ടല്ല, അത് നമ്മൾ പോകാൻ വേണ്ടി പിടിച്ചിട്ടതാ. ഭയങ്കര പ്രയോറിറ്റിയാണ് നമുക്ക്, ജനശതാബ്ദി അല്ലേ. അത് പിടിച്ചിടാൻ വേറെ എന്തെങ്കിലും കാര്യം കാണും. ചിലപ്പോൾ സിംഗിൾ ലൈൻ സെക്ഷനിൽ അങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ വന്ദേ ഭാരതൊക്കെ പിടിച്ചിടേണ്ടി വരും. അപ്പോൾ അത് ബംഗളൂരു കണ്ടോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരതാണ് കേട്ടോ. വണ്ടി ശരിക്കും നല്ല ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർ മിക്കവാറും ഈറോഡ് കോയമ്പത്തൂർ വരെയൊക്കെ ഉണ്ടാവും. നല്ല തിരക്കാണ്. ഇപ്പോഴും ആൾക്കാരും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഈറോഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈറോഡ് ആവാറായപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടി നമ്മളായിട്ട് പാരലിൽ വരുന്നുണ്ടല്ലോ. ഏത് വണ്ടിയാണോ എന്തോ നോക്കട്ടെ. ജോളാർപേട്ട ഈറോഡ് പാസഞ്ചറാണ് കേട്ടോ. ജോളാർപേട്ട ഈറോഡ് പാസഞ്ചർ നമ്മളിവിടെ ഒതുക്കിയെന്ന് തോന്നുന്നു. അത് കയറി പോവുക. ഞാൻ കരുതി അതിനെ കയറ്റി വിടുന്നു. നമ്മൾ വേണ്ട കയറിപ്പോയത് കേട്ടോ. അതിനെ അവിടെ ഒതുക്കി പാസഞ്ചർ. അപ്പോൾ നമ്മളിനി കയറിയിട്ട് അത് കയറത്തുള്ളൂ. അതിനകത്ത് ആരുമില്ല, കാലിയാണ് അത് മൊത്തം. നമ്മൾ ഈറോഡ് എത്തുന്നത് ഒരു 35 മിനിറ്റ് ലേറ്റാണ്. നല്ല ഡിലേ കേട്ടോ ഇപ്പോൾ വണ്ടി. പക്ഷേ അത് ഓൺ ടൈം എത്തുമായിരിക്കും. കാരണം ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട് കോയമ്പത്തൂർ റണ്ണിങ് ടൈം കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പുറത്ത് നമ്മുടെ ടാറ്റാനഗർ എറണാകുളം എന്താണ്ട് ബിഫോർ ടൈം ഒക്കെ അടിച്ചു വന്ന് കിടക്കുന്നത് കണ്ടോ. നമ്മളാ കയറിപ്പോവായില്ലേ കേട്ടോ, അതവിടെ കിടക്കുക. നമ്മളാദ്യം കയറിപ്പോവും. ഈറോഡ് എത്തിയിട്ട് വേഗം തന്നെ നമ്മുടെ JS എടുത്തു. ഒരു 5 മിനിറ്റ് പോലും ഇട്ടില്ല. ആളിറങ്ങി ഉടനെ തന്നെ വണ്ടി വിട്ടു. കാരണം വണ്ടി ഡിലേ ആണ്. വണ്ടി അവിടെ ഓൺ ടൈം എത്തിക്കണം. പ്രയോറിറ്റി വണ്ടിയല്ലേ. ജനശതാബ്ദി ശരിക്കും നാളെ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്ന തിങ്കളാഴ്ചയാണ്. നാളെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ദിവസമാണ്. അപ്പോൾ നാളെ ഈ വണ്ടി ഇല്ല. നമ്മൾ ഇവിടെ തിരുപ്പൂർ എത്തി. തിരുപ്പൂർ BTPN ടാങ്കറിൽ പെട്രോൾ നിറയ്ക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അത് ഇവിടെ ഇരികൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ആയിട്ടാണ് അത്. നമ്മുടെ JSൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണ് ഇരികൂർ. എത്തിയിട്ട് നമ്മൾ പുറപ്പെട്ടു. ഇത് ചെറിയ പ്ലാറ്റ്ഫോമാണ്, ലെങ്ത്ത് കുറവാണ്. നമ്മൾ ഏറ്റവും പുറകിലായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളിവിടെ പിടിച്ചിട്ടൊക്കെ ഇപ്പോൾ 10-15 മിനിറ്റ് ഇവിടെ കോയമ്പത്തൂർ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുക. ഏത് കാലത്ത് വിടാനാണോ എന്തോ. എൻ്റെ വണ്ടി 11:15, ഇപ്പോൾ 9:38. 9:30 എത്തേണ്ട. എന്തിനാണെന്ന് ആർക്കറിയാം. അല്ലേ, ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അയ്യോ, രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കുമല്ലേ. ഇന്ന് കുളിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ രാത്രി ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നത് മറ്റേ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിനാണ്. അത് 11:15. അവിടെ നിന്ന് ഏതോ വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേഷനിൽ സ്ഥലമില്ലായിരിക്കും, അതായി പിടിച്ചിട്ടേക്കണേ. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. നമ്മളെ ഇവിടെ ചവിട്ടിയതേ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ്റെ ഔട്ടറിലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി എപ്പോൾ എവിടെ എത്തുമോ എന്തോ. ഇത് അവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയെല്ലാം ഇറങ്ങി വരും. അതാണ് ഈ നമ്മുടെ വണ്ടി കയറാൻ വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുക. വേറെ ഏതോ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. നേരത്തെ പോലെ കേരള എക്സ്പ്രസ് ആയിരുന്നു തോന്നുന്നു. എൻ്റെ നെയിം ബോർഡ് ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനിയിപ്പോൾ ഇതേതാണോ എന്തോ.
ഇത് ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ് ഈ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരിക, നമ്മൾ കണ്ട് കയറാൻ പോവാ. മുപ്പത്തഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ജനശതാബ്ദി ഇവിടെ നിന്ന് കയറുന്നത്. പോലെ അവിടെ പുറത്ത് പിടിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അപ്പുറത്ത് നിരയായിട്ട് ബംഗാളികൾ നിൽക്കുന്നുണ്ടോ. എറണാകുളം പട്ന എക്സ്പ്രസ് ഇപ്പോൾ വരുന്നുണ്ട്, അതിൽ കയറാനുള്ള അന്യസംസ്ഥാന തൊഴിലാളികളാണ് നിൽക്കുന്നത്. ഇതേ എറണാകുളം പട്ന വരുന്നു, എറണാകുളം പട്ന. നമുക്ക് എറണാകുളം പോകേണ്ട വണ്ടി ഇവിടെ 2-ൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-ൽ ചേരൻ സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി കിടക്കുക. നമ്മൾ ഈ ചേരൻ സൂപ്പർ ഫാസ്റ്റിൽ വരണ N2 അടിച്ചായിരുന്നു ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർക്ക്. അപ്പോൾ ആ വണ്ടി തന്നെ നമ്മൾ പിന്നെയും കണ്ട്, നമ്മുടെ മെയിലിൻ്റെ റൈറ്റ് ഷെയറിങ്, മദ്രാസ് മെയിലിൻ്റെ. നമ്മുടെ ലോക്കോ ഒരു WP7 ആണ്, ഒരു സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ പരസ്യമുള്ള. അതിൻ്റെ കൂടെ ഒരു P4 ഉണ്ട്, അത് എങ്ങോട്ടോ കൊണ്ടുപോകാൻ തോന്നുന്നു കേട്ടോ. നമ്മുടെ കോച്ച് S9 ആണ്, S9-ലാണ് നമ്മുടെ ബർത്തുള്ളത്. അപ്പോൾ ട്രെയിനിൽ കയറി നല്ല ഉറക്കം വരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയത് വെളുപ്പിന് 2 മണിക്ക് എത്തും. എൻ്റെ സൈഡ് ലോവർ ബർത്താണ് S9 15. ഇപ്പോൾ രാത്രി എറണാകുളം എത്തിയിട്ട് കാണാം. നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഒരു 15 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ ടൗണിൽ എത്തുന്നത്. ഞാൻ 4 ആയപ്പോൾ എണീക്കുന്നത്, നല്ല ഉറക്കമായിരുന്നു. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കയറിയിട്ട് ശരിക്കും കിടന്ന് ഉറങ്ങി, കാരണം ഭയങ്കര ടയർഡായിപ്പോയി. ഇവിടെ എത്താൻ ഞാൻ തൃശ്ശൂരായപ്പോൾ ഒന്ന് എണീറ്റായിരുന്നു, പിന്നെ 4 ആയപ്പോൾ എണീറ്റ്. 4 ഒന്ന് സ്റ്റോപ്പിലായിരുന്നു വണ്ടിക്ക് ഇതെല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോൾ ഈ മയിലാടുതുറൈ ജനശതാബ്ദിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ എന്താ ഞാൻ കമ്മിറ്റാക്കി പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ കിടന്ന് ഉറങ്ങണം, മതി ഉറക്കം വന്നിട്ട്. ഇപ്പോൾ സമയം 3:30, പീക്ക് ഉറക്കം വരുന്ന സമയമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുടെ ദിവസം കാണാം. അപ്പോഴേക്കും ബൈ. ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം. ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ബൈ.